1259 കോടി രൂപയാണ് അനന്ത് അംബാനിയുടെ പ്രീ വെഡ്ഡിംഗ് ഫംഗ്ഷന് വേണ്ടി മാത്രമായിട്ട് അംബാനി കുടുംബം ചിലവാക്കിയിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നോക്കിക്കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള തമിഴ്നാട്ടിലെ ചില വീരന്മാർ മോഷ്ടിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഗുജറാത്തിലേക്ക് ജാംനഗറിലേക്ക് വണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും മോഷണത്തിന് ശേഷം രക്ഷപ്പെട്ട അവരെ കൈയോടുകൂടി ഗുജറാത്ത് പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു വിവാഹത്തിന് പോയിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രീ വെഡ്ഡിംഗ് ഫംഗ്ഷന് പോയിട്ട് അവിടെ നിന്ന് അവർ മോഷ്ടിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് 1259 കോടി രൂപ ഒരു പ്രീ വെഡ്ഡിംഗ് ഫംഗ്ഷന് വേണ്ടി മാത്രമായിട്ട് അംബാനി കുടുംബം പൊടിച്ചു കളഞ്ഞിട്ടുള്ളത്? നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി അങ്ങ് വയനാട്ടിൽ നിന്ന് വരെ വരുന്നൊക്കെ പറഞ്ഞ തരത്തിലുള്ള ചില പഴഞ്ചൊല്ലുകൾ നമുക്കിടയിലുണ്ടല്ലേ. അതുപോലൊരു സംഗതി തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നിന്നുള്ള 5 സംഘമാണ് അനന്ത് അംബാനിയുടെ വിവാഹം പ്രമാണിച്ചുകൊണ്ട് അവിടെ തകൃതിയായി തന്നെ മോഷണം നടത്തുന്നതിന് വേണ്ടി ഗുജറാത്തിലേക്ക് ജാംനഗറിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെയും നമ്മൾ ഏറ്റവും അധികം ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം 1259 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് എന്തൊരു ഫംഗ്ഷനാണ് ഇവർ നടത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഒരു പ്രീ വെഡ്ഡിംഗ് ഫംഗ്ഷൻ നടക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ വിശദമായിട്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേറെക്കുറെ 1000 കോടി രൂപ വരെ ചിലവാകാമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയ കണക്കുകളൊക്കെ വരുമ്പോൾ ഈ ഒരു പ്രീ വെഡ്ഡിംഗ് ഫംഗ്ഷന് വേണ്ടി മാത്രമായിട്ട് ജൂലൈ 12-ാം തീയതിയാണ് വിവാഹമുള്ളത്. അതിന് മുന്നോടിയായിട്ട് നടന്നിട്ടുള്ള ഈ ഫംഗ്ഷന് വേണ്ടി മാത്രമായിട്ട് 1259 കോടി രൂപയാണ് അംബാനി കുടുംബം ചിലവാക്കിയിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയായാലും ആദ്യം എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു പ്രീ വെഡ്ഡിംഗ് ഫംഗ്ഷനിൽ നടന്നത് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. തീർച്ചയായിട്ടും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാടധികം കാര്യങ്ങൾ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു കള്ളന്മാരുടെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ നമ്മൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഒരു രാജകീയ പ്രൗഢിയിൽ രാജകുടുംബങ്ങളിലൊക്കെ വിവാഹം നടക്കുന്ന അതേ ഒരു പ്രതീതിയിൽ അതേ ഒരു രീതിയിൽ തന്നെയാണ് അംബാനിയുടെ വീട്ടിലെ ഏറ്റവും അവസാനത്തെ വിവാഹമായിട്ടുള്ള അനന്ത് അംബാനിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രീ വെഡ്ഡിംഗ് ഫംഗ്ഷനൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ഒരു ഫംഗ്ഷനൊക്കെ മുന്നോടിയായിട്ട് ഗുജറാത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് 14ഓളം ക്ഷേത്രങ്ങൾ അംബാനി ജനങ്ങൾക്ക് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതോടുകൂടി തന്നെ പ്രീ വെഡ്ഡിംഗ് ഫംഗ്ഷന് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഈ സാധാരണക്കാരായിട്ടുള്ള നാട്ടിലെ ജനങ്ങൾക്കെല്ലാം തന്നെ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണമൊക്കെ തന്നെയും ഈ ഒരു വിളമ്പിയിട്ടുണ്ടായിരുന്നു. അതിലും ഈ ഒരു ഫംഗ്ഷന് തലേ ദിവസം അംബാനി കുടുംബവും നേരിട്ട് ഇറങ്ങിക്കൊണ്ട് ഏറെക്കുറെ 50,000-ഓളം വരുന്ന പ്രദേശവാസികൾക്ക് നാട്ടുകാർക്ക് സമൃദ്ധമായ നിലയിൽ തന്നെ ഭക്ഷണവും മറ്റൊക്കെ വിളമ്പി അവരുടെ കൈകൊണ്ട് തന്നെ വിളമ്പി നൽകിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഏവരും കണ്ടിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നേരെ ഈ ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ വൻധാര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ടാണ്, അതായത് റിലയൻസിൻ്റെ ഓയിൽ റിഫൈനറിയുമായി ബന്ധപ്പെട്ട് അതിനോട് ചേർന്ന് കിടക്കുന്ന ഏറെക്കുറെ 3000 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ച് കിടക്കുന്ന ഗുജറാത്തിൻ്റെ ഗ്രീൻ ബെൽറ്റ് എന്ന് പോലും വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യലി നിർമ്മിച്ചെടുത്തുള്ള കാട്ടിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അനിമൽ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള രാജപ്രൗഢമായിട്ടുള്ള വിവാഹം നടന്നിട്ടുള്ളത്, അരങ്ങേറിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഇൻവിറ്റേഷൻ കാർഡൊക്കെ ചർച്ച ചെയ്തപ്പോൾ ആ ഒരു അവസരത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇൻവിറ്റേഷൻ കാർഡിൽ ഒരു ഫോറസ്റ്റ് തീമാണ് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം ആന, സിംഹം, പുലി, മയിൽ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് തരത്തിലുള്ള ജീവജാലങ്ങൾ നമുക്കതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു പക്ഷേ വിവാഹത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രീ വെഡ്ഡിങ്ങിൽ ഇത്തരത്തിലുള്ള ഈ ജീവികളൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു കാര്യം. യഥാർത്ഥത്തിൽ അത്തരം ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ വിവാഹത്തിന് അല്ലെങ്കിൽ പ്രീ വെഡ്ഡിംഗ് ഫംഗ്ഷൻ്റെ കാര്യത്തിൽ അവിടെ സംഭവിച്ചിട്ടുള്ളത്. അതും ഈ വനധാരയുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ 43 സ്പീഷീസിൽ പെടുന്ന 2000-ലധികം ജീവികൾ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ 200-ലധികം ആനകളുണ്ട്, 200-ലധികം മുതലകളുണ്ട്, പുലികളുണ്ട്, സിംഹങ്ങളുണ്ട്, അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള ഒട്ടനവധി മൃഗങ്ങളെയും ജീവികളെയും നമുക്ക് ഈ ഒരു കാട്ടിനുള്ളിൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലി നിർമ്മിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഫോറസ്റ്റിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതും ചുമ്മാ ജീവികളെ നേരെ പിടിച്ചുകൊണ്ട് വന്ന് ഇതിനകത്ത് അങ്ങനെ താമസിപ്പിക്കുന്ന നിലയിലല്ല കാര്യങ്ങൾ വരുന്നത്. ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്നുള്ള നിലയിലൊക്കെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഈ ജീവികളൊക്കെ തന്നെയും എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതും വ്യത്യസ്ത തരത്തിലുള്ള പരിക്കുകളൊക്കെ പറ്റി കൈകാലുകളൊക്കെ നഷ്ടമായ ഒടിഞ്ഞു പോയിട്ടുള്ള, അതുപോലെ ശരീരത്തിൽ കാര്യമായിട്ടുള്ള പൊള്ളലുകൾ ഏറ്റിട്ടുള്ള, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ജീവികളെയാണ് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ വനധാരയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതും ഈ ജീവികളുടെ കാര്യത്തിലൊക്കെ തന്നെയും പരിശോധിച്ച് നോക്കുമ്പോൾ അവർക്ക് വേണ്ട തരത്തിലുള്ള ശുശ്രൂഷകൾ നൽകുന്നതിന് വേണ്ടി വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം സംവിധാനങ്ങൾ ഈ ഒരു വനധാരയുടെ അകത്തുണ്ട്. 2000-ലധികം വരുന്ന സ്റ്റാഫ്, എംപ്ലോയീസ് ഈ ജീവികളൊക്കെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെയും ഈ വനധാരയുടെ അകത്ത്
സ്ഥലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് അനന്ത് അംബാനിയുടെ പ്രീ വെഡ്ഡിംഗ് ഫംഗ്ഷൻ അരങ്ങേറിയിട്ടുള്ളത്. അതും ഏറെക്കുറെ 1500ഓളം വരുന്ന ഗസ്റ്റുകളാണ് ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഗുജറാത്തിലെ ജാംനഗറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതും ജാംനഗറിലെ സാധാരണ വിമാനത്താവളത്തിന് ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ പദവി പോലും ഈ ഒരൊറ്റ വിവാഹം കാരണമായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഈ 1500ഓളം വരുന്ന ആളുകൾക്ക് താമസിക്കാനായിട്ട് ലക്ഷൂറിയസ് ആയിട്ടുള്ള 1000ഓളം വരുന്ന ടെൻറ്റുകളാണ് ഈ ഒരു വനധാര എന്ന് പറയുന്ന കാട്ടിനകത്ത് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അതും ഈ ടെൻറ്റുകളുടെ ഒക്കെ തന്നെ ചുമരുകളിലായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ ഭിത്തികളിലായിട്ട് ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒട്ടനവധി സാധനങ്ങളും അതുപോലെ തന്നെ ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം ചിത്രങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ വലിയൊരു 3000 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു വനധാര. അപ്പോൾ അതിനകത്ത് ഈ ആളുകൾക്ക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കുന്നതിന് വേണ്ടി പ്രത്യേക തരത്തിലുള്ള ഒരു റെയിൽവേ ട്രാക്ക് പോലും ഈ ഒരു പ്രീ വെഡ്ഡിംഗ് ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നേരെ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ ഒരു ഫംഗ്ഷനാണ്, തീർച്ചയായിട്ടും ഫുഡിന് അവിടെ വലിയ തോതിലുള്ള ഇമ്പോർട്ടൻസ് തന്നെ ഉണ്ട്. അപ്പോൾ ഏറെക്കുറെ 32ഓളം വരുന്ന ലോക പ്രശസ്തമായിട്ടുള്ള ഷെഫുമാരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ഫംഗ്ഷൻ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് ഫുഡ് പ്രിപ്പറേഷൻസും നടന്നിട്ടുണ്ടായിരുന്നത്. അതും 2500ഓളം വരുന്ന ഡിഷുകളാണ് ഓരോ സമയത്തും, അതായത് ഓരോ മീലിനും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് രാവിലെ 2500 ഡിഷസ് ആണെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടി വരുന്ന അവസരത്തിൽ അപ്പോഴും 2500 ഡിഷസ് ഉണ്ടായിരിക്കും. പക്ഷേ രാവിലത്തേതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത തീർത്തും ഡിഫറൻ്റ് ആയിട്ടുള്ള ഭക്ഷണ വിഭവങ്ങളായിരിക്കും ഈ 2500 എണ്ണം എന്നുള്ള വലിയൊരു സവിശേഷത കൂടെ അവിടെ ഉണ്ടായിരുന്നു. അതും രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബ്രഞ്ച്, പിന്നെ അതിനിടയിൽ സ്നാക്സ്, അങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി സമയങ്ങളായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം വിഭവങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്ന ഈ ആളുകൾക്ക് വേണ്ടി അംബാനി കുടുംബം സമൃദ്ധമായ നിലയിൽ തന്നെ വിളമ്പിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഈ ഒരു പ്രീ വെഡ്ഡിംഗ് ഫംഗ്ഷനിൽ വലിയ തോതിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ചില കാര്യങ്ങൾ, മറ്റു ചില കാര്യങ്ങളിൽ ഒന്ന് റിഹാനയുടെ പെർഫോമൻസ് ആണ്. ഏറെക്കുറെ 72 കോടി രൂപയോളം നൽകിയിട്ടാണ് 1 മണിക്കൂർ പെർഫോമൻസിന് വേണ്ടിയിട്ട് റിഹാനയെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാമതായിട്ടുള്ളത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഡ്രോൺ ഷോ അവിടെ ഈ ഒരു ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് അരങ്ങേറി എന്ന് പറയുന്ന കാര്യമാണ്. ഏറെക്കുറെ 5500ഓളം വരുന്ന ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് വലിയ തോതിൽ ഗംഭീരമായി തന്നെ ഈ ഒരു ഡ്രോൺ ഷോ അവിടെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. മൂന്നാമത്തെ വലിയ തോതിൽ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഷാറൂഖ് ഖാൻ, അമീർ ഖാൻ, സൽമാൻ ഖാൻ ഇവരൊക്കെ തന്നെ നാട്ടുകുത്ത് എന്നൊക്കെ പറഞ്ഞ സോങ്ങിന് വേണ്ടിയിട്ട് ചുവട് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതിൽ തന്നെ മുമ്പൊരിക്കൽ ഒരു അവതാരകൻ 3 ഖാനുമാരും ചേർന്നുകൊണ്ട് ഒരു സിനിമ ഉടനെ എങ്ങാനും വരുമോ എന്നൊക്കെ ചോദിച്ച അവസരത്തിൽ അത്രയധികം ബഡ്ജറ്റ് മുടക്കിയിട്ട് എല്ലാവരെയും അഫോർഡ് ചെയ്തുകൊണ്ട് ഒരു സിനിമ എടുക്കുക എന്നൊക്കെ പറഞ്ഞത് പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ ഷാറൂഖ് ഖാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ ഒരു മുകേഷ് അംബാനിയുടെ വിവാഹത്തിലേക്ക് നോക്കുമ്പോൾ സൽമാൻ ഖാനും ഷാറൂഖ് ഖാനും അമീർ ഖാനും ഒക്കെ തന്നെ ഒരുമിച്ച് ഒരേ വേദിയിൽ നിന്നുകൊണ്ട് നൃത്തം ചെയ്യുന്നത്, ചുവട് വെക്കുന്നതൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. ഇതൊക്കെ വലിയ തോതിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് പോകുന്ന അവസരത്തിലും ഈ ഗസ്റ്റുകൾക്കൊക്കെ തന്നെയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരുപാടധികം ഗിഫ്റ്റുകൾ അംബാനി കുടുംബം സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ പറയുന്നത് സ്വർണ്ണമാലകളൊക്കെ പലർക്കും ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൂയി വിട്ടോണ്ട പോലുള്ള വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള 1 ലക്ഷം 1.5 ലക്ഷമൊക്കെ വില വരുന്ന ബാഗുകളൊക്കെ പലർക്കും ഇവർ സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളാണ്. എന്തൊക്കെ തന്നെ ആയാലും ഇത്തരത്തിൽ വലിയ പ്രൗഢിയോടുകൂടി തന്നെ കോടികൾ പൊടിച്ചുകൊണ്ടുള്ള ഒരു ഇവൻ്റ്, ഒരു ഫംഗ്ഷൻ നടക്കുമെന്ന കാര്യം കൊണ്ട് തന്നെയാണ് തമിഴ്നാട്ടിലെ ട്രിച്ചിയിൽ നിന്നും 5 അംഗ സംഘം നേരെ ഗുജറാത്തിലേക്ക് വണ്ടി കയറിയിട്ടുണ്ടായിരുന്നത്. ഗിലോൽ ഗ്യാങ് എന്നൊക്കെയാണ് ഈ 5 ആളുകളെ അറിയപ്പെടുന്നത്. എന്തൊക്കെ തന്നെയായാലും ഒട്ടനവധി ആളുകൾ ജാംനഗറിലേക്ക് വരുമെന്ന കാര്യം മനസ്സിലാക്കി തന്നെയാണ് ഈ ആളുകൾ ജാംനഗറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതും ചില കാറുകളുടെ ഒക്കെ ചില്ലുകൾ തകർത്തുകൊണ്ട്, ഗ്ലാസുകൾ തകർത്തുകൊണ്ട് അതിനകത്ത് നിന്നും പല കാര്യങ്ങളും ഇവർ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജാംനഗറിൽ നിന്നും പിന്നീട് ഗുജറാത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക്, അത് കഴിഞ്ഞ് അഹമ്മദാബാദിലേക്ക്, അവിടെ നിന്നും ഡൽഹിയിലേക്കൊക്കെ തന്നെ ഈ 5 അംഗ സംഘം മോഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എത്തിച്ചേരുന്നുണ്ട്. ആ ഒരു അവസരത്തിൽ ഡൽഹിയിൽ വെച്ചുകൊണ്ടാണ് ഗുജറാത്ത് പോലീസ് CCTV ക്യാമറ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ 5 അംഗ സംഘത്തിലെ 4 ആളുകളെ കൃത്യമായി തന്നെ വലയിലാക്കുന്നത്, പിടികൂടുന്നത്. പക്ഷേ കൂട്ടത്തിലുണ്ടായിരുന്ന നേതാവായിട്ടുള്ള വ്യക്തിയെ അവർക്ക് ഏതായാലും പിടികൂടാനായിട്ടില്ല. ഇത്തരത്തിൽ കാറുകളുടെ ഗ്ലാസുകളൊക്കെ തകർത്തുകൊണ്ട് 10 ലക്ഷം രൂപയോളം ഇവർ ഗുജറാത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഈ ഒരു വിവാഹത്തിന് വന്നിട്ടുണ്ടായിരുന്ന ആളുകളിൽ നിന്നൊക്കെ ആയിട്ടും അപഹരിച്ചിട്ടുണ്ടായിരുന്നു, മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ചില എക്സ്പെൻസീവ് ആയിട്ടുള്ള ലാപ്ടോപ്പുകൾ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും കൃത്യമായിട്ട് ഗുജറാത്ത് പോലീസ് ഇവർ ഇതിനോടകം തന്നെ പിടികൂടി കഴിഞ്ഞിരിക്കുകയാണ്. അതും നവംബർ മാസം മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് 11ഓളം വരുന്ന സിറ്റികളിൽ സഞ്ചരിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള മോഷണങ്ങളൊക്കെ തന്നെയും കാറുകളുടെ ഗ്ലാസുകൾ തകർത്തുകൊണ്ട് കാര്യമായിട്ട് ഇതുവരെ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ്
രൂപയാണ് വീഡിയോ. തീർച്ചയായും നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരുപാടധികം ലക്ഷറിയസ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ വളരെയധികം രാജഗംഭീരമായി രാജപ്രൗഢിയോടുകൂടെ തന്നെ ഇത്തരമൊരു ഫംഗ്ഷൻ നടത്തി എന്ന കാര്യം കൊണ്ട് തന്നെയാണ് 1259 കോടി രൂപ ഇവർക്ക് ചിലവാക്കേണ്ടി വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഈ ഗസ്റ്റുകളൊക്കെ കൊണ്ടുവരാനുള്ള പ്രൈവറ്റ് ജെറ്റുകളുടെ ചിലവ്, അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള മറ്റ് ചിലവുകളൊക്കെ കൂടെ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവിടെയും പലരും ചിന്തിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. ഇത്രയധികം തുക ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട് ഇവർക്ക് പൊടിച്ച് കളയേണ്ട ആവശ്യമുണ്ടോ? ഈ പണമൊക്കെ പാവങ്ങൾക്ക് നൽകിക്കൂടെ എന്നൊക്കെ പറയുന്നൊരു കാര്യം. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു അംബാനിയുടെ ആകെ മൊത്തം ആസ്തി എന്ന് പറയുന്നത് ഏറെക്കുറെ $118 ബില്യൺ. അതായത് ഏറെക്കുറെ 7.5 ലക്ഷം കോടി രൂപയോളം വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മൊത്തം ആസ്തി എന്ന് പറയുന്നത്. അതിൽ തന്നെ 2021 കണക്കുകൾ പ്രകാരം ഓരോ മണിക്കൂറിലും 90 കോടി രൂപയോളം അംബാനി നേടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതും 2023 കണക്കുകളിലേക്ക് എത്തുമ്പോൾ ഓരോ ദിവസവും അംബാനി 19,000 കോടി രൂപയാണ് ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കണക്കുകൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അംബാനിയെ സംബന്ധിച്ചിടത്തോളം ഈ 1259 കോടി എന്നൊക്കെ പറയുന്നത് വളരെയധികം ചുരുങ്ങിയ വളരെ ചെറിയൊരു തുക മാത്രമാണ്. പക്ഷേ അതും ഈ പണം മുഴുവനും ഇന്ത്യൻ എക്കോണമിയിലേക്കാണ് ഒഴുകിയിട്ടുള്ളത്. ഇന്ത്യയിലെ ജനങ്ങളുടെ കയ്യിലേക്ക്, ഇന്ത്യയിലെ വ്യത്യസ്ത സേവനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ഇവർ ചിലവഴിച്ചിട്ടുള്ളത്. അല്ലാണ്ട് നേരിട്ട് ഈ ഒരു പണം നേരെ ആളുകൾക്ക് വിതരണം ചെയ്യുകയാണെങ്കിൽ അത് വലിയ തോതിൽ തന്നെ നമ്മളെ എക്കോണമിയൊക്കെ ബാധിക്കുന്ന നിലയിലേക്ക് മാറുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ലാതെ കൃത്യമായിട്ട് എത്തേണ്ട നിലയിലൊക്കെ തന്നെയാണ് ഇത്രയധികം തുക ഇന്ത്യൻ എക്കോണമിയിലേക്ക് അംബാനി ചിലവഴിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതൊക്കെ ഒരു മികച്ച കാര്യമായിട്ട് തന്നെ മാറുന്നുണ്ട്. ഇവർക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തൊക്കെ വെച്ചുകൊണ്ട് ഈ ഒരു ഫംഗ്ഷനൊക്കെ നടത്തായിരുന്നു. പക്ഷെ അതിന് പകരം ഇന്ത്യയിൽ തന്നെ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫംഗ്ഷനൊക്കെ നടത്തിയിട്ടുള്ളത്. അതൊക്കെ അവിടെയും മികച്ച കാര്യങ്ങളായിട്ട് മാറി വരുന്നുണ്ട്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇത്ര അധികം തുക അംബാനി ഫാമിലി ഈ ഒരു ഫംഗ്ഷന് വേണ്ടി ചിലവഴിച്ചതിനെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളൊക്കെ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്തുക. ഇവിടെയൊക്കെ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ അവരുടെ ടോട്ടൽ ആസ്തിയുടെ ഏറെക്കുറെ 30-40% ചിലവഴിച്ചുകൊണ്ടാണ് ഓരോ വിവാഹങ്ങളൊക്കെ നടത്തുന്നത്. അംബാനിയെ സംബന്ധിച്ചിടത്തോളം 1-2% മാത്രമേ വരുന്നുള്ളൂ ഇത്തരത്തിൽ ഈ 1500 കോടി അല്ലെങ്കിൽ 1259 കോടി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം നല്ല നല്ല വീഡിയോസുകളുമായി കണ്ടുവിട്ടാണ് പ്രതീക്ഷയോടെ. ബൈ.